RSS കൂടിക്കാഴ്ചയിൽ ADGP MR അജിത് കുമാറിനെ കൈവിട്ടു മുഖ്യമന്ത്രി. ക്രമസമാധാന ചുമതലയിൽ നിന്ന് MR അജിത് കുമാറിനെ മാറ്റി. DGP സമർപ്പിച്ച അന്വേഷണ റിപ്പോർട്ടിന് പിന്നാലെയാണ് നടപടി. മനോജ് എബ്രഹാമിനാണ് ക്രമസമാധാന ചുമതല. അജിത് കുമാർ സായുധ ബറ്റാലിയൻ ADGP ആയി തുടരും. ഉചിതമായ നടപടി എന്നായിരുന്നു CPIയുടെ ആദ്യ പ്രതികരണം. LDF ഘടകകക്ഷികളുടെ വിജയമെന്ന് ബിനോയ് വിശ്വം പറഞ്ഞു. ആവശ്യം ഇന്നിപ്പോൾ നിറവേറ്റപ്പെട്ടിരിക്കുന്നു. കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് അഭിമാനമുണ്ട്. LDF ഗവൺമെൻറ് ഇടതുപക്ഷ രാഷ്ട്രീയത്തിൻ്റെയും ഇടതുപക്ഷ മൂല്യത്തിൻ്റെയും പാതയിൽ മുന്നോട്ട് പോകാൻ ശ്രമിക്കുന്ന LDF ഗവൺമെൻറ് ആ ദിശയിൽ കൈക്കൊണ്ട ഉചിതമായ ശരിയായ നടപടിയാണ് ഇതെന്നാണ് പാർട്ടി അതിനെ സർവാത്മന സ്വാഗതം ചെയ്യും. CPIയുടെ വിജയം എന്നുള്ള വിജയമില്ല, LDFിൻ്റെ വിജയമാണത്. LDF രാഷ്ട്രീയത്തിൻ്റെ വിജയമാണത്. ഷഫീദ് റാവുത്തർ വിവരങ്ങൾ നൽകും തിരുവനന്തപുരത്ത് നിന്ന്. ഷഫീദ്, ADGPയെ പുറത്താക്കിയ അല്ലെങ്കിൽ ക്രമസമാധാന ചുമതലയിൽ നിന്ന് നീക്കിയ അതിനുശേഷമുള്ള വാർത്താക്കുറിപ്പ് അപൂർണം എന്ന എല്ലാ അർത്ഥത്തിലും പറയാം. 3-4 വരിയിൽ വെറും ഒരു സ്ഥാനമാറ്റം എന്നതിനപ്പുറത്തേക്ക് അതിൻ്റെ കാരണങ്ങളോ ഒന്നും വിശദീകരിച്ചിട്ടില്ല. സംസ്ഥാനത്ത് ക്രമസമാധാന ചുമതലയുള്ള ഒരു ADGPയെ മാറ്റി പകരം ഒരാളെ കൊണ്ടുവരുന്നു. ഇത്രയും ദിവസങ്ങൾ നീണ്ട് ഏതാണ്ട് 32 ദിവസത്തോളം അന്വേഷണമൊക്കെ നടത്തിയ ശേഷമാണ് ആ തീരുമാനം വരുന്നത്. എന്തിനാണ് എന്നത് ഔദ്യോഗികമായി ആഭ്യന്തര വകുപ്പ് വിശദീകരിക്കേണ്ടതല്ലേ? ആ ഉത്തരവ് എപ്പോഴിറങ്ങും? ഉത്തരവ് ഇന്ന് രാത്രി തന്നെ പുറത്തിറങ്ങുമെന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. വിജയകുമാർ, മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന്, അതായത് ഇന്ന് ക്ലിഫ് ഹൗസിൽ തിരക്കിട്ട ചർച്ചകൾ നടക്കുമ്പോൾ മുഖ്യമന്ത്രിയുടെ ഓഫീസ് മാധ്യമങ്ങളെ വിമർശിച്ചുകൊണ്ടൊരു വിശദീകരണ കുറിപ്പിറക്കിയിരുന്നു. ഇപ്പോൾ ഈ സംസ്ഥാനത്തെ പോലീസിൻ്റെ പോലീസ് തലപ്പത്തെ രണ്ടാമനെ ക്രമസമാധാന ചുമതല എന്ന പോലീസിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചുമതലയിൽ നിന്ന് മാറ്റുമ്പോൾ മുഖ്യമന്ത്രിയുടെ ഓഫീസ് പുറത്തിറക്കിയ വാർത്താക്കുറിപ്പ് ഞാനൊന്ന് വായിക്കാം. MR അജിത് കുമാറിന് സ്ഥലം മാറ്റം. ADGP MR അജിത് കുമാറിനെ ക്രമസമാധാന ചുമതലയിൽ നിന്ന് സായുധ പോലീസ് ബറ്റാലിയനിലേക്ക് മാറ്റി. ഇന്റലിജൻസ് ADGP മനോജ് എബ്രഹാമിനെ ക്രമസമാധാന ചുമതലയുള്ള ADGP ആയി മാറ്റി നിയമിച്ചു. നേരത്തെ ADGP MR അജിത് കുമാറുമായി ബന്ധപ്പെട്ട് ഉയർന്ന വിഷയങ്ങളിൽ സംസ്ഥാന പോലീസ് മേധാവിയും പോലീസ് മേധാവിയുടെ നേതൃത്വത്തിലുള്ള പ്രത്യേക സംഘവും അന്വേഷിച്ച റിപ്പോർട്ടുകൾ മുഖ്യമന്ത്രിക്ക് സമർപ്പിച്ചിരുന്നു. ഇത് മാത്രമാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസ് പുറത്തിറക്കിയ വാർത്താക്കുറിപ്പിൽ പറയുന്ന കാര്യം. ഒരുപക്ഷെ അവർക്ക് ന്യായീകരിക്കാം, ഈ വാർത്താക്കുറിപ്പ് എന്നതിനപ്പുറത്തേക്ക് ഉത്തരവ് വരും, ആ ഉത്തരവിൽ എല്ലാ കാര്യങ്ങളും എല്ലാ വിശദാംശങ്ങളും ഉണ്ടാകുമെന്നുള്ളതായിരിക്കും മുഖ്യമന്ത്രിയുടെ ഓഫീസിൻ്റെ ഇക്കാര്യത്തിലെ വിശദീകരണം. പക്ഷേ ആ ഉത്തരവിൽ ADGP MR അജിത് കുമാറിന് സ്ഥാനചലനം ഉണ്ടാക്കാനിടയായ കാരണം എന്ത്? അത് DGP റിപ്പോർട്ടിൽ ഗൗരവമായി ചൂണ്ടിക്കാണിച്ച RSS നേതാക്കളുമായിട്ടുള്ള കൂടിക്കാഴ്ചയാണോ എന്നുള്ള കാര്യത്തിൽ നമുക്ക് ഉറപ്പില്ല. പക്ഷേ സൂചനകൾ ഈ ഘട്ടത്തിൽ നമുക്ക് ലഭിക്കുന്നതനുസരിച്ച് ADGP MR അജിത് കുമാർ RSS നേതാക്കളെ നടത്തിയ കൂടിക്കാഴ്ചയിൽ വീഴ്ച സംഭവിച്ചു എന്നുള്ള DGPയുടെ റിപ്പോർട്ടിലെ കണ്ടെത്തൽ പരിഗണിച്ചുകൊണ്ടാണ് സ്ഥാനമാറ്റം. അപ്പോഴും ഒരു ചോദ്യം ചൂരുന്നുണ്ട്, മുഖ്യമന്ത്രിയുടെ വിശ്വസ്തനെ മുഖ്യമന്ത്രി പൂർണ്ണ അർത്ഥത്തിൽ കൈവിട്ടോ എന്നുള്ളത്. അപ്പോൾ നമുക്കതിന് നൽകാൻ കഴിയുന്ന മറുപടി കൈവിട്ടുകൊണ്ടുള്ളൊരു സംരക്ഷണം, അതല്ലെങ്കിൽ സംരക്ഷിച്ചുകൊണ്ടുള്ള കൈവിടൽ, അതിനപ്പുറത്തേക്ക് മറ്റൊന്നും ഇക്കാര്യത്തിൽ സംഭവിച്ചിട്ടില്ല. മാത്രമല്ല ഇന്ന് രാവിലെ മുതൽ നമ്മൾ കൊടുക്കുന്നൊരു വാർത്തയുണ്ട്, അത് DGP റിപ്പോർട്ടിൽ അവസാന നിമിഷം ഒരു മയപ്പെടുത്തൽ ഉണ്ടായി. ഷഫീദിലേക്ക് മടങ്ങി വരാം.